ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഫോട്ടോ അവിടെ കൊടുന്നു വെച്ചതിൽ പത്മ ആകെ നാണം കെട്ടിയിരിക്കുകയാണ് കേട്ടോ. തൻ്റെ ഭർത്താവ് താനില്ലാതെ കേക്ക് മുറിക്കില്ലെന്ന് പ്രതീക്ഷിച്ച പത്മയുടെ മുഖം ആകെ ആകെ എന്ത് പറയണമെന്ന് അറിയില്ല. എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടതിനെക്കുറിച്ച് ഇവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ് കേട്ടോ. വേദ പറയണേ, എന്നാലും അച്ഛൻ അമ്മയില്ലാതെ കേക്ക് കട്ട് ചെയ്തല്ലോ, ഇപ്പം എന്താ ഉണ്ടായതെന്നൊക്കെ പറയുമ്പോൾ അങ്ങേർക്ക് ഇപ്പോൾ അവരല്ലേ വലുത്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും അമ്മയുടെ വിലയും നിലയാണ് പോകുന്നത്. എന്തായാലും ആ ഫോട്ടോ അവരിനിപ്പോൾ എവിടെയെങ്കിലും വെക്കാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ പത്മ പറയണ, ആ ഫോട്ടോ എന്തായാലും എൻ്റെ വീട്ടിൽ വെക്കാൻ ഞാൻ അനുവദിക്കില്ല, എന്ത് നാണം കെട്ടാലും ശരി, ഞാൻ ഇനി അത് അനുവദിച്ച് കൊടുക്കില്ല എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഈ വാക്കുകളൊക്കെ കേട്ട് മക്കളെല്ലാവരും ഒന്നിടയ്ക്ക് മിണ്ടാതെ നിൽക്കുകയാണ്. ഇതൊന്നും ഇപ്പോൾ ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇതേ സമയം സൂര്യയാണെങ്കിലോ തൻ്റെ അച്ഛനോട് പറയണേ, എന്നാലും എൻ്റെ അച്ഛൻ്റെ ഈ ഒരു എൻട്രി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ ഇങ്ങനെയൊക്കെ മാസമായി പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയോട് എന്ത് രീതിയിലാണ് അമ്മ ആ സമയം അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അച്ഛൻ അങ്ങനെയൊക്കെ കാണിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഏടാ നീ എന്താ വിചാരിച്ചത്? നിൻ്റെ അമ്മയെ ഞാൻ പണ്ട് എങ്ങനെയൊക്കെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചതെന്ന് നിനക്കറിയുമോ? പിന്നെ നീ പെരുമാറുന്ന രീതിയിലൊന്നും എനിക്ക് പെരുമാറാൻ അറിയില്ല. വേണ്ടി വന്നാൽ ഞാനോരോ കാര്യങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ സൂര്യ ഇങ്ങനെ ചിരി വരികയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഏടാ എന്ത് പറഞ്ഞാലും നിൻ്റെ അമ്മ ഒരു പെണ്ണ് തന്നെയാണ്. അവൾ കാരണമാണ് ഇന്നിപ്പോൾ 3 മക്കൾ നല്ല നിലയിൽ എത്തിയതും അതുപോലെ തന്നെ അവളുടെ ചില സമയത്തുള്ള ഓരോ പെരുമാറ്റ രീതികൾ തന്നെയാണ് നമ്മളെ ഇന്ന് ഈ നിലക്കാക്കിയത്. അതൊന്നും നിൻ്റെ അമ്മയെ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല. നിൻ്റെ അമ്മ നല്ലൊരു ചുണക്കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അല്ല ഡാഡി, ഇനിയിപ്പോൾ ഡാഡിയെ ഞാൻ റൂമിലോട്ട് കൊണ്ടാക്കി തരിക അങ്ങനെ എന്തെങ്കിലും വേണോ? അതാ ഡാഡി ഇവിടെ തന്നെ നിൽക്കാനുള്ള പരിപാടിയാണോ? പത്മ മേഡത്തിൻ്റെ അടുത്ത് പോകാൻ പേടിയുണ്ടോ? എടാ വല്ലാതെ നീ അങ്ങ് എന്നെ കോരണ്ട. കോരി അങ്ങ് വീഴുന്നവനല്ല ഞാൻ. എനിക്ക് പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പം നീ മനസ്സിലാക്കിയില്ലേ? ഇനി ഞാൻ അവളുടെ അടുത്ത് പോകാനേ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ, അല്ല ഡാഡി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൂര്യയെ വിളിച്ചിട്ടോ. സൂര്യ വരാ എന്ന് പറയുമ്പോൾ, ഒന്ന് പോടാ അവിടെ നിന്ന്, എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യ വലിയ സന്തോഷത്തിൽ റൂമിൽ പോവാണ്. തൻ്റെ നന്ദിനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നന്ദിനി ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഇതൊക്കെ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ സൂര്യ നന്ദിനിയെ സന്തോഷിപ്പിച്ചു എന്ന് കരുതിയിട്ട് റൂമിലോട്ട് പോകുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ പായിടാണ് കേട്ടോ. എവിടെ താൻ എന്താടോ ഒന്നും പറയാത്തത്? ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല. അപ്പം അത് കേട്ട ഉടൻ തന്നെ പറയണം, എന്തോന്ന് പറയാൻ, എന്താടോ താനിങ്ങനെ പുച്ഛിച്ചും കൊണ്ട് പറയുന്നത്? ഇങ്ങനെയാണോ പറയേണ്ടത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഇതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇന്ന് നടന്ന സംഭവം അത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സൂര്യ സാറിൻ്റെ പെറ്റമ്മയാണ്. അവരെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി പെരുമാറുന്നത്, പിന്നെ തന്നെ താഴ്ത്തിക്കെട്ടിയത് അവർ ചെയ്തത് എന്താ, അതൊക്കെ താൻ മറന്നു എന്ന് ചോദിച്ച ഉടനെ തന്നെ പറയണേ, ഞാനൊന്നും തന്നെ മറന്നിട്ടില്ല, ഞാനൊന്നും തന്നെ മറന്നതായി കാണിച്ചിട്ടുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, എനിക്കല്ല ഈ വീട്ടിൽ സ്ഥാനം നൽകേണ്ടത്. നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തി എത്ര ജനങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, എത്ര ജനങ്ങളുടെ വലിയ നിലയും വിലയുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ ഒരിക്കലും താഴ്ത്തിക്കെട്ടരായിരുന്നു. അപ്പോൾ നീ എൻ്റെ അച്ഛൻ്റെ കേക്ക് മുറിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിച്ചിട്ടില്ലേ? നീ എന്താ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന? ആ സമയം പറയണം, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്നേക്കാൾ മൂല്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ അമ്മക്കായിരുന്നു. കാരണം നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരും ഒരുപോലെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ നിങ്ങളുടെ അമ്മക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം വരിക എന്ന് നിങ്ങൾ ചിന്തിച്ചോ? അല്ല, ഈ വീടിനാണ് പത്മ മേഡത്തിൻ്റെ കുടുംബം തകർന്നു വന്നിരിക്കുന്നു എന്നായിരിക്കും പറയുക. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ലെവലിൽ നിൽക്കണം കേട്ടോ. എന്തായാലും നിങ്ങളും കൂടി ഇതിൽ കഥാപാത്രമായി മാറുകയാണ്. ജനങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാനേ ഈ പറയുന്ന പത്മ മേഡത്തിൻ്റെയും സൂര്യ സാറിൻ്റെയും കുടുംബത്തിന് തകർച്ച വന്നിരിക്കുന്നു എന്നായിരിക്കും ജനങ്ങൾ പറയുക. അല്ലാതെ ഇപ്പോൾ നല്ല കാര്യമായിട്ടൊന്നും ജനങ്ങൾ പറയില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാച്ചെങ്കിൽ സൂര്യക്ക് എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നന്ദിനി പറയുന്നതിലൊരു കാര്യമുണ്ട്, തൻ്റെ കുടുംബത്തെ പരിഹസിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. എന്നാലും ഈ പത്മയുടെ സ്വഭാവം കാണുമ്പോൾ തനിക്കത് ഒട്ടും അംഗീകരിക്കാനും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ സൂര്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്നൊരു മനോഭാവം സൂര്യയുടെ മുഖത്തുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം കാണിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുന്ന രാജുവിനെയാണ് കേട്ടോ. ഈ സമയത്ത് എവിടുന്ന ഈ വിളി കേൾക്കുന്നതെന്നറിയാൻ വേണ്ടി നന്ദിനി എത്തിച്ചു നോക്കുകയാണ്. തന്നെ അതിശയിപ്പിച്ച ആ കാഴ്ച, രാജു ഏട്ടൻ മാലയിട്ട് വന്നിരിക്കുന്നു കേട്ടോ. അറുമകൻ സ്വാമിയുടെ അടുത്തൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് രാജു ഏട്ടൻ മാലയിട്ടിരിക്കുന്നത്. അങ്ങനെ രാജു ഏട്ടൻ്റെ ആ ഒരു വരവ് നന്ദിനിയെ വല്ലാതെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. നന്ദിനി ചോദിക്കുകയാണ്, അല്ല സാർ, അല്ല രാജു ഏട്ടാ, ഇതിപ്പോൾ എന്താ
മനുഷ്യനെ ആകെ അതിശയിപ്പിച്ച് കളഞ്ഞല്ലോ. രാജുവേട്ടൻ എന്താ മാല ഇട്ടിരിക്കുന്നു? അതെ, ഇന്നലെ രാത്രി എനിക്ക് മുരുകൻ്റെ അടുത്തോട്ട് പോകാനുള്ള ഒരു വെളിപാടും അതുപോലെ തന്നെ അറുമുഖസ്വാമിയുടെ അടുത്ത് പോയി മാല ഇടണം എന്നൊക്കെ എനിക്കൊരു തോന്നലും എന്നെ ഉള്ളിലുണ്ടായി. പിന്നീട് ഞാനൊന്നും നോക്കിയില്ല. എന്ന് രാജുവേട്ടൻ എന്നോടൊന്നും പറയായിരുന്നില്ലേ? പറഞ്ഞിട്ട് എന്താ മോളെ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത്. നേരെ പോവുക, മാലയിടുക, വരിക, അതാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തു, ഞാനങ്ങ് പോന്നു എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല. നന്ദിനി ഇങ്ങനെ പറയണേ, എന്നാലും ഇത് വലിയ സർപ്രൈസ് ആയി പോയിരിക്കുന്നു. എന്തായാലും നല്ല കാര്യം തന്നെ ചെയ്യട്ടെ, നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളി കേട്ട് പതിയെ താഴത്തോട്ട് വരികയാണ് കേട്ടോ. ഈ പറയുന്ന പിന്നെ സൂര്യയും അതുപോലെ യതീന്ദ്രനും കേട്ടോ. ഇവർ രണ്ടാളും താഴോട്ട് ഇത് ഇവിടുന്നപ്പോൾ സ്വാമിമാർ എങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എവിടുന്ന സ്വാമി എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തുകയാണ്. മോളെ, ആരാണ് സ്വാമിയായി വന്നിരിക്കുന്നത് എന്നിങ്ങനെ യതീന്ദ്രൻ ചോദിക്കുമ്പോൾ അതേ ഇവിടെ വന്നോക്കെ ആരാണെന്ന് കാണാമെന്ന് പറയണ കേട്ടോ. അങ്ങനെ നന്ദിനി താഴോട്ട് വിളിക്കണം. അപ്പോൾ താൻ കാണുന്ന കാഴ്ച ഈ പറയുന്ന രാജു മലക്ക് മാലയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി ഓഹോ, മലക്ക് മാലയിട്ടിരിക്കുന്നല്ലോ, ഇത് വല്ലാത്ത അതിശയമായിരിക്കുന്നല്ലോ. ഇതെന്താ രാജു രാവിലെ പറയാഞ്ഞത്? ഇതെന്താ മുണ്ടാതെ പോയത്? അത് കേട്ട ഉടനെ തന്നെ സൂര്യ ചോദിക്കാണ്, എന്നോടും കൂടി കാര്യം പറയായിരുന്നില്ലേ? മിണ്ടുകയായിരുന്നെങ്കിൽ ഞാനും കൂടി മാലയിട്ടിരുന്നു. സാറേ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ആരോടും പറയരുത്, അതുകൊണ്ട് ഞാൻ മാലയിട്ട് പോന്നു. എന്തായാലും ഇനിയിപ്പോൾ എത്ര ദിവസത്തെ വഴിപാട് നോമ്പും കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും മാല ഇടാൻ തോന്നി, മാല ഇട്ട് അങ്ങ് പോന്നു. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി, അതുപോലെ തന്നെ ഞാനങ്ങ് ചെയ്തു എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, എന്നോട് പറയായിരുന്നു ഞാനും കൂടി വന്നിരുന്നല്ലോ. ഓ, അതൊന്നും ഉണ്ടാവില്ല, വന്നിരുന്നു. അപ്പോൾ ഉടൻ തന്നെ സൂര്യയും പറയാണ് വന്നിരുന്നു എന്ന് പറയണേ. ഇതേസമയം രാജു പറയണേ, എൻ്റെ ഭയം അതൊന്നുമല്ല, എൻ്റെ ഉള്ളിലെ പേടി എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പേടിയാവുന്നു. കാരണം എന്താ വെച്ചാൽ പത്മാമ്മയുടെ ഇനിയിപ്പോൾ എന്തൊക്കെയാണോ ഇതിന് പറയുക. അത് കേട്ട ഉടൻ തന്നെ യതീന്ദ്രൻ പറയണ, ഒരു ഭക്തിയുടെ കാര്യത്തിൽ ആരും ഒന്നും തന്നെ പറയില്ലടോ, താൻ സമാധാനപ്പെടോ, ഒരു ഭക്തിയുടെ കാര്യമല്ലേ, താൻ ആരും ഒന്നും പറയില്ലടോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം യതീന്ദ്രൻ ഈ വാക്കുകൾ അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ അപ്പുറത്തോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ സൂര്യ കാണുന്ന കാഴ്ച അവിടെ ഫോട്ടോ കീറി കിടക്കുന്നു കേട്ടോ. ഈശ്വര, ഇതെന്തെന്ന് പറഞ്ഞിട്ട് സൂര്യ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് വരികയാണ്. ഈശ്വര, ഞാൻ ഈ കാണുന്ന കാഴ്ച എന്താണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതെങ്ങനെ, എവിടെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം ഉടൻ തന്നെ അയ്യോ എനിക്കറിയില്ല നന്ദിനി, നീ ഇത് കണ്ടോ, ഈ ഫോട്ടോ ആരാ കീറിയിട്ടത്? അപ്പോൾ യതീന്ദ്രൻ പറഞ്ഞു ശരിയാണല്ലോ. അപ്പോഴേക്കും സൂര്യക്ക് കലിപ്പ് കൂടുകയാണ്. സൂര്യ പറയണത്, അച്ഛാ, ഇത് മനഃപൂർവ്വം ഈ വീട്ടിലുള്ള ആരോ ചെയ്താണ്. രാജുവേട്ടൻ കണ്ടിരുന്നോ ഈ ഫോട്ടോ ആരാണ് കീറിയത് എന്താണെന്നുള്ളത്? അപ്പോൾ ഈ സമയം ഉടൻ തന്നെ രാജു പറയണില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ അച്ഛാ, ഈ വീട്ടിലെ എല്ലാവരെയും വിളിക്കണം, ഇത് ആര് കീറിയെന്ന് എനിക്ക് ഇപ്പോൾ അറിയണം. ഇനി ഇതങ്ങനെ വെറുതെ വിടില്ല, ഞാൻ വെറുതെ വിടാൻ തയ്യാറാവില്ല. എന്തായാലും ഇത് കീറിയതിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പത്മ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. പത്മ പറയുകയാണ്, ഞാനാണിത് ചെയ്തത്. എന്താ നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യണോ? അത് കേൾക്കുന്ന സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ അങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ പത്മ പറയണേ, അതെ, ഈ വീട്ടിലെ ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ഒരു ഫോട്ടോ തന്നെ ഇവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യന് അത് കണ്ടിട്ട് തന്നെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഇനി വേറൊരു ഫോട്ടോയുടെ ആവശ്യമില്ല. പിന്നെ ഈ വീട്ടിൽ ഒരുത്തി, അതായത് അടുക്കളയിലെ കുറ്റിച്ചൂലിൻ്റെ വില പോലും ഇല്ലാത്ത ഒരുത്തിയാണ്. ആ കുറ്റിച്ചൂലിൻ്റെ വില പോലും ഇല്ലാത്ത അവളെ കണി കണ്ടിട്ട് ഇവിടെ നിന്ന് എനിക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്മയെ അടിക്കാൻ സൂര്യ അങ്ങ് കയ്യോങ്ങുകയാണ്. ഇതേ സമയം യതീന്ദ്രൻ സൂര്യ എന്ന് പറഞ്ഞ് തടയുകയാണ്. അതോടുകൂടി പത്മ പറയണം, അവനെ അടിക്കട്ടെ, അവൻ അത്ര ധൈര്യമുള്ളവനാണെങ്കിൽ അവൻ അടിക്കട്ടെ എന്ന് പറയണം കേട്ടോ. ആ സമയം ആ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ ഞാൻ ചെയ്തു, അത് എൻ്റെ വീട്ടിൽ ഞാൻ പലതും ചെയ്യും. നിങ്ങൾ ഈ ജാതി പ്രവർത്തികൾ ചെയ്താൽ പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ എന്താ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് തന്നെ അറിയില്ല. ആടാ, എനിക്കറിയാം നീ കാട്ടുന്നതെന്നും നീ ചെയ്യുന്നതെന്നും നീ അറിഞ്ഞും കൊണ്ടല്ല, നിന്നെക്കൊണ്ട് ആ നിൽക്കുന്നവൾ ചെയ്യിപ്പിക്കുകയാണല്ലോ. ഇത് രണ്ടാമത്തെ തവണയാണ് എന്നെ കൊണ്ട് അടിക്കാൻ നീ കയ്യോങ്ങുന്നത് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്നത് നന്ദിനി അങ്ങ് കരയാണ്. ആ സമയം പത്മ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. ഇതേ സമയം പത്മയുടെ ഈ വാക്കുകൾ അങ്ങ് കേട്ട് വല്ലാതെ സഹിക്കെടുകയാണ് കേട്ടോ മറ്റുള്ളവർ. അപ്പോൾ ഉടൻ തന്നെ സൂര്യ നന്ദിനിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സൂര്യ നന്ദിനിയുടെ അടുത്തോട്ട് വരുമ്പോൾ ഉടൻ തന്നെ
നന്ദിനി പറയാണ്, സൂര്യ സാറ് എന്ത് തന്നെ ആയാലും സ്വന്തം പെറ്റമ്മയുടെ നേർക്ക് കൈയൊങ്ങാൻ പാടില്ല. സ്വന്തം പെറ്റമ്മയുടെ നേർക്ക് കൈയൊങ്ങുന്നത് അത് തെറ്റ് തന്നെയാണ്. സൂര്യ സാർ അത് ചെയ്താൽ പിന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? അതിന് സൂര്യ സാറിന് അതിന് നിനക്കൊന്നും പറയാനില്ലേ? സൂര്യ സാർ എന്ന് വിളിക്കുന്ന നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയം അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവർ പെറ്റമ്മയാണെന്നുള്ളത് ഓർക്കണമെന്ന് പറയുമ്പോൾ സൂര്യ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി കയറിപ്പോവുകയാണ്. ഇതേ സമയം നന്ദിനിക്ക് വലിയ സങ്കടമാവാണ്. അപ്പോഴേക്കും ഉടൻ തന്നെ യതീന്ദ്രൻ പറയാണ്, മോളെ നീ ഇങ്ങനെ വിഷമിക്കണ്ട, എനിക്കറിയാം സാർ പറയാൻ പോകുന്നത് ഈ വീട്ടിൽ എനിക്ക് വലിയ സ്ഥാനം നേടിയെടുക്കാൻ നോക്കുമ്പോൾ പത്മ മേഡം പറയുന്നത് പോലെ അടുക്കളയിലെ കുറ്റിച്ചൂലിൻ്റെ വില പോലും എനിക്കില്ല. എനിക്കറിയാം ഞാൻ ഈ വീട്ടിൽ ആരൊക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊരിക്കലും ആവില്ലെന്ന്, നടക്കാത്ത സ്വപ്നങ്ങളാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയാൻ കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വലിയൊരു സങ്കടം തന്നെ യതീന്ദ്രനാവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ.